ഞാൻ സലേമിലെ രാജാവാണ്. ആ വൃദ്ധൻ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങേപ്പോലൊരു രാജാവ് എന്നെപ്പോലെ വെറുമൊരു ആട്ടിടയനോട് സംസാരിക്കുകയോ? അവൻ്റെ വാക്കുകളിൽ ആദരവ്, സങ്കോചം. അതിന് കാരണം പലതുണ്ട്. ഏറ്റവും പ്രധാനമായത് നീ സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതുതന്നെ. സ്വന്തം ജീവിതത്തിൻ്റെ ലക്ഷ്യമോ? അതെന്താണ്? അവൻ്റെ സ്വരത്തിൽ എന്തോ പിടികിട്ടായ്മ. നീ ഉള്ളിൻ്റെ ഉള്ളിൽ മോഹിച്ചിരുന്നതെന്തോ? അത് കുഞ്ഞായിരിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും അത് വ്യക്തമായിരിക്കും. വലുതായി തുടങ്ങുമ്പോഴാണ് കുട്ടിക്കാലത്തെ തെളിച്ചമാർന്ന സ്വപ്നങ്ങളും ആശകളും മങ്ങാൻ തുടങ്ങുന്നത്. നിഗൂഢമായ ഏതോ ശക്തിയുടെ വിലക്കുകൾ. ഇതൊന്നും സഫലമാക്കാൻ പോകുന്നില്ല എന്ന ശാസന. കുട്ടികളുടെ മനസ്സിൽ നിറയെ ധൈര്യമുണ്ട്. എന്തും സങ്കല്പിക്കാം, മോഹിക്കാം. അതൊക്കെ ജീവിതത്തിൽ നേടാൻ കഴിയുമെന്ന വിശ്വാസവുമുണ്ട്. മുതിർന്നു കഴിയുമ്പോഴോ? വയസ്സൻ പറയുന്നത് മുഴുവൻ അവന് മനസ്സിലാക്കാനായില്ല. എന്നാലും അയാൾ സൂചിപ്പിച്ച നിഗൂഢ ശക്തി, അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി. എന്നിട്ട് ആ കച്ചവടക്കാരൻ്റെ മകളുടെ മുമ്പിൽ വെച്ച് കാച്ചണം. എന്തായിരിക്കും അപ്പോൾ അവൾക്ക് തന്നോട് തോന്നുന്ന മതിപ്പ്? ആ ശക്തി ഒരു വിധത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമാണ്. അതേസമയം സ്വന്തം നിയോഗം കണ്ടെത്താൻ ഒരുവന് സഹായമാകും. അത് അവൻ്റെ ഇച്ഛയെ, ബുദ്ധിയെ പാകപ്പെടുത്തുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സത്യം എന്താണെന്നോ? ഒരാൾ ആരോ എന്തോ ആകട്ടെ, എന്തെങ്കിലും ഒന്ന് പൂർണ്ണ മനസ്സോടെ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കാതെ വരില്ല. കാരണം സ്വന്തം വിധിയാണ് മനസ്സിൽ ആ മോഹത്തിൻ്റെ വിത്തുകൾ പാകുന്നത്. അതിൻ്റെ സാഫല്യമാണ് ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം. കുറേ യാത്ര ചെയ്യണം, പിന്നെ ആ കച്ചവടക്കാരൻ്റെ മകളെ വിവാഹം കഴിക്കണം. മോഹങ്ങൾ അത്രയൊക്കെയുള്ളൂ. അതെ, അജ്ഞാതമായ ആ നിധി അന്വേഷിച്ചു കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതും. അവൻ ചോദിക്കാത്തതിനു കൂടി അയാൾ ഉത്തരം പറഞ്ഞു. മനുഷ്യരുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, അസൂയകൾ, വിദ്വേഷങ്ങൾ ഒക്കെയും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിനെ ബാധിക്കുന്നു. ചിലപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നു, മറ്റു ചിലപ്പോൾ കഷ്ടപ്പെടുത്തുന്നു. സ്വന്തം വിധി കണ്ടെത്തുക, അതുമാത്രമേ നമുക്ക് ചെയ്യാനാകൂ. ഇവിടെയുള്ളതെല്ലാം ഒന്നേ ഒന്ന് മാത്രം. രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്നു. ഏതാനും നിമിഷങ്ങൾ. നിരത്തിൽ നടന്നു നീങ്ങുന്ന ആളുകളെയും നോക്കി അവർ കുറച്ചുനേരം നിശബ്ദരായിരുന്നു. നീ ഈ ആട്ടിൻപറ്റത്തെ മേയിച്ചു നടക്കുന്നത് എന്തിനാണ്? മൗനം ഭഞ്ജിച്ചത് വൃദ്ധനായിരുന്നു. കറങ്ങി നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ. ദാ ആ നിൽക്കുന്ന ആൾക്കും കുട്ടിക്കാലത്തെ മോഹം യാത്ര ചെയ്യാനായിരുന്നു. അപ്പുറത്ത് തെരുവിൻ്റെ ഒരു കോണിൽ സ്വന്തം ബേക്കറിയുടെ ജനലരികിൽ കിടന്നിരുന്ന കടക്കാരൻ്റെ നേരെ അയാൾ വിരൽ ചൂണ്ടി. പക്ഷേ ഒട്ടും മുതിർന്നപ്പോൾ അയാൾ നിശ്ചയിച്ചു, ആദ്യം ഈ ബേക്കറി കച്ചവടം തുടങ്ങാം, പിന്നെ കുറച്ച് സമ്പാദ്യമൊക്കെയായി സാവധാനമാകാം യാത്ര. വയസ്സായി, തിരക്കൊക്കെ കഴിയുമ്പോൾ ആഫ്രിക്കയിലേക്ക് പോകണം. 1 മാസമെങ്കിലും അവിടെ ചെലവഴിക്കണം. അയാളുടെ ഇപ്പോഴത്തെ ആശ അതാണ്. പക്ഷേ അയാൾക്കറിഞ്ഞുകൂടാ, കാലവും പ്രായവുമൊന്നുമല്ല പ്രശ്നം. മനുഷ്യർക്ക് എന്തും നേടാനാകും. മനസ്സിൽ അത്രയ്ക്കും ഉത്കടമായ മോഹം വേണമെന്ന് മാത്രം. വെറുതെ യാത്ര ചെയ്യാനാണ് മോഹമുണ്ടായിരുന്നതെങ്കിൽ അയാൾക്കൊരു ആട്ടിടയനായാൽ മതിയായിരുന്നു, അവൻ പറഞ്ഞു. തുടക്കത്തിൽ അയാൾക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ ഒരു ബേക്കറിക്കാരൻ്റെ വില ആട്ടിടയന് അറിയില്ലല്ലോ. ഇടയന് സ്വന്തമായൊരിടമുണ്ടോ? ആട്ടിൻപറ്റത്തെയും കൊണ്ട് അലഞ്ഞു നടക്കലല്ലേ. ബേക്കറിക്കാരൻ്റെ സ്ഥിതി അതല്ലല്ലോ. സ്ഥിരമായ സ്വന്തമായൊരു പാർപ്പിടം. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലല്ലേ ഏത് അച്ഛനമ്മമാരും സ്വന്തം മക്കളെ ഏൽപ്പിക്കൂ. ആരോ ഒരു മുള്ളെടുത്ത് തൻ്റെ മനസ്സിൽ കുത്തിയതുപോലെ പെട്ടെന്നവന് വല്ലാതെ നൊന്തു. അവളുടെ പട്ടണത്തിലും ഇതുപോലൊരു ബേക്കറിക്കാരനുണ്ടായിരിക്കണം. അങ്ങനെ ഓരോരുത്തരും അവനവന് പറ്റിയതെന്ന് തോന്നുന്ന വഴികൾ തിരഞ്ഞെടുക്കുന്നു. അതോടെ സ്വന്തം നിയോഗങ്ങൾ കൈവിട്ടു പോകുന്നു. ബേക്കറിക്കാരൻ, ആട്ടിടയൻ, അവരെപ്പറ്റി പൊതുജനങ്ങൾക്കുള്ള മതിപ്പ്. ശ്രദ്ധ മുഴുവൻ ആ വക കാര്യങ്ങൾ പിടിച്ചു പറ്റുന്നു. വൃദ്ധൻ ഇടയ്ക്കൊന്ന് നിർത്തി. വീണ്ടും കയ്യിൽ പിടിച്ചിരുന്ന പുസ്തകം തുറന്ന്
താളുകൾ മറിക്കാൻ തുടങ്ങി. ഏതോ ഒരു പേജ് പ്രത്യേകമായി എടുത്തു നിവർത്തി.